ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പേജിലേക്കും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും സന്തോഷമുണ്ട്, പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണുള്ളത്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് ഈ ജൂൺ മാസം ആദ്യ ആഴ്ചയാണ് ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം ഈ ജൂൺ മാസം അവസാനിക്കാറായപ്പോഴാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജൂൺ മാസം ആദ്യമേ ഞാനൊരു വീഡിയോ ഇട്ടത് എൻ്റെ ഈ ജാസ്മിൻ മേക്കിംഗ് ജേണിയെ പറ്റി ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതിനകത്ത് ലാസ്റ്റ് ഞാൻ നിർത്തിയത് ഞാനിപ്പോൾ ഫ്ലവേഴ്സ് കട്ട് ചെയ്യുന്നത് ഈ ഡൈക്കട്ട് മെഷീനൊക്കെ വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് കട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എനിക്ക് അറിയത്തില്ല, എനിക്ക് ഉണ്ടായ എൻ്റെ പേജിനുണ്ടായ ഓരോരോ മാറ്റങ്ങൾ, എൻ്റെ ബിസിനസ്സിൻ്റെ ഓരോരോ മാറ്റങ്ങൾ. അപ്പോൾ അതുവരെ എനിക്കുണ്ടായിരുന്നത് 230 ആൾക്കാരായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുകയും കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുകയും വീഡിയോസൊക്കെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എങ്കിലും 230 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് ഇപ്പോൾ 500-ലധികം ആൾക്കാരുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ. എനിക്കത് ഒരുപാട് സന്തോഷം. അവരൊക്കെ അത്രയും ആൾക്കാർ എന്നെ വിശ്വസിച്ച് എൻ്റെ പേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ പുതുതായിട്ട് വന്നവർക്കും അതിന് മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നത് ഈ ഡൈക്കട്ട് മെഷീനിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ കാര്യങ്ങളാണ് പറയാൻ വേണ്ടി വന്നത്. അന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ചധികം ഓർഡേഴ്സൊക്കെ എനിക്ക് അടുപ്പിച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. വന്ന ഓർഡേഴ്സിനെ ഒന്നും എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് പറഞ്ഞു വിടാൻ എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ട് കിട്ടിയ ഓർഡേഴ്സ് എല്ലാം മാക്സിമം ടൈമിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് ആ സമയത്ത് കുറേ മെസ്സേജസൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് അധികം മെസ്സേജ് ഒന്നും വരാറ് പോലുമില്ല. പക്ഷേ ആ വീഡിയോ ചെയ്തതിന് ശേഷം സ്റ്റെമ്മ ചെയ്യുന്നതിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ എൻ്റെ ആ സ്റ്റോറി പറഞ്ഞതിന് ശേഷമുള്ള വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് മെസ്സേജ് വന്നു. പലതും ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നതും പിന്നെ അല്ലാതെ പെയ്ഡായിട്ട് ക്യാഷ് തരാൻ ക്ലാസ് എടുത്ത് തരുമോ എന്നുള്ളത് ചോദിച്ചു. പിന്നെ ഓർഡേഴ്സിൻ്റെയും പിന്നെ പ്രൈസ്, പിന്നെ അതുപോലെ തന്നെ ഡൈക്കട്ട് മെഷീൻ എങ്ങനെ ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജ് വന്നു. അതിൽ കുറേ പേര് ഡൈക്കട്ട് മെഷീൻ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ അത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അതുപോലെ അറിയാതെ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടിയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഈ ഒരു മെഷീൻ എങ്ങനെയാണ് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് അറിയാൻ വയ്യാത്തവർക്കും കൂടിയുള്ള വീഡിയോ ആണ്. അറിയാവുന്നവർ ഈ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോയും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാവേ.